അഫീർ തന്റെ കയ്യിലുള്ള ആടിന്റെ ശ്വാസകോശം ഉപയോഗിച്ച് തന്റെ രോഗിയുടെ രക്തം പമ്പ് ചെയ്തെടുക്കാൻ തുടങ്ങി. പുരാതന കാലം മുതൽക്കേ അറേബ്യയിലുണ്ടായിരുന്ന രീതിയാണ് ആടിന്റെ ശ്വാസകോശം ഉപയോഗിച്ച് മുറിവേറ്റ ഭാഗത്തെ രക്തം പമ്പ് ചെയ്തെടുത്ത് രോഗനിർണയം നടത്തുക എന്നുള്ളത്. പമ്പ് ചെയ്തെടുത്ത രക്തത്തിൽ തലച്ചോറിന്റെ അംശം കണ്ട അഫീർ തന്റെ രോഗിയോടായി ഇങ്ങനെ പറഞ്ഞു: അമീറുൽ മുഅ്മിനീൻ, അങ്ങ് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ അവസാന ഉത്തരവുകൾ നൽകിയാൽ. അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് എന്നായിരുന്നു അഫീറിന്റെ രോഗിയുടെ പേര്. ഹവാരിജുകൾ ചിന്തയിൽ വിഷം മുക്കിയ വാളിനാൽ സുജൂദിൽ കിടന്നിരുന്ന അലിയാരെ കഴുത്തിലും പിരടയിലും ആന വെട്ടുകയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗാനന്തരം ഉമ്മത്തിലുണ്ടായിരുന്ന വിടവിനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗം കൂടുതൽ വലുതാക്കി മാറ്റുകയായിരുന്നു. അമീറുൽ മുഅ്മിനീന്റെ വിയോഗാനന്തരം അദ്ദേഹത്തിന്റെ പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഇങ്ങനെ സംസാരിച്ചു: ഇന്നലെ നിങ്ങളിൽ നിന്നും വിടവാങ്ങിയ മനുഷ്യൻ അദ്ദേഹത്തിന് മുമ്പോ ശേഷമോ ആർക്കും ലഭിക്കാത്ത വിധത്തിലുള്ള അനവധിയായ അമൂല്യമായ അറിവുകൾ ലഭിച്ച വ്യക്തിയായിരുന്നു. അള്ളാഹുവിന്റെ തിരുദൂതർ ഒരുപാട് പര്യവേഷണങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ഇസ്ലാമിന്റെ മഹത്തായ പതാക അദ്ദേഹത്തെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. വിജയം വരിക്കുന്നതുവരെ പോരാട്ടങ്ങളിൽ നിന്നും അദ്ദേഹം പിന്മാറാറുണ്ടായിരുന്നില്ല. തന്റെ പരിചാരകർക്കുള്ള 700 ദിർഹമല്ലാതെ സ്വർണമോ വെള്ളിയോ മറ്റ് അമൂല്യമായ വസ്തുക്കളോ അദ്ദേഹം ഈ ഭൂമിയിൽ ഇട്ടേച്ചു പോയിട്ടുമില്ല. അലിയാരെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരണമല്ലെങ്കിലും ചില ഓർമ്മപ്പെടുത്തലുകളാണ്. റമദാൻ 21 നഷ്ടം അലിയാരുടെ കൂടി നഷ്ടമാണ്. ഇരുതല മൂർച്ചയുള്ള ദുൽഫുകാറുമായി കുതിരപ്പുറത്തേറി വരുന്ന അലിയാർ എന്ന വീരനായകൻ